നമസ്കാരം, ഞാൻ ഡോക്ടർ ധന്യ സുരേഷ്. കുട്ടികളിൽ കൂടി വരുന്ന കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അതുപോലെ ക്യാൻസർ, അതുപോലെ തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ കൂടി വരുന്നു? നമുക്കൊന്ന് നോക്കാം അല്ലേ? മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് പറയാം, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ജനറ്റിക് ഡിസ്പൊസിഷൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്കിതിന് കാരണമായി പറയാൻ പറ്റുന്നത്. തെറ്റായ ഭക്ഷണ രീതി, പ്രിസർവേറ്റീവ്സ് വളരെ കൂടുതൽ അടങ്ങിയ നമ്മുടെ ടിൻ ഫുഡുകൾ, അതുപോലെ ബേക്കറി ഐറ്റംസ്, അതുപോലെ കാർബോഹൈഡ്രേറ്റ്, റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ, ഷുഗറി ഐറ്റംസ് കൂടുതലായിട്ട് അടങ്ങിയ നമ്മുടെ പാനീയങ്ങൾ, ഇവയെല്ലാം കുഞ്ഞുങ്ങളുടെ ഹെൽത്തിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. ഇവയെല്ലാം കുട്ടികളുടെ വെയിറ്റ് ഗെയിനിനും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസിനും അതുപോലെ ലിപ്പിഡ് അബ്നോർമാലിറ്റീസിനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഓരോ ബേക്കറികളിലും നമ്മളെ കാത്തിരിക്കുന്നത് പല നിറങ്ങളുള്ള, പല പാക്കിംഗ് ഉള്ള, കളേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇവയെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ വല്ലാണ്ട് അട്രാക്ട് ചെയ്യുന്നു. കളേഴ്സ് ആയിട്ടും അട്രാക്ട് ചെയ്യുന്നു, അതുപോലെ ഇതിന്റെ മണം, രുചി എല്ലാം നമ്മുടെ കുട്ടികളെ വളരെ അധികം അട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. കുട്ടികളില് നമ്മൾ കൊടുക്കുന്ന ഫുഡ്, അതായത് ഒരു കുട്ടി ഒരു കുഞ്ഞുനാളില് നമ്മൾ ഒരു സന്തോഷ സൂചകമായി, അതായത് എന്തെങ്കിലും ആ കുട്ടി അക്വയർ ചെയ്താൽ ഒരു സന്തോഷത്തിന് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഒരു ചോക്ലേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ബർത്ത്ഡേ വരുമ്പോൾ കുഞ്ഞിനറിയുമോ 1 വയസ്സിന് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യണമെന്ന്? അത് നമ്മളായിട്ട് തുടങ്ങുന്ന രീതികളാണ്. കേക്കിന്റെ ടേസ്റ്റ് കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മളാണ്. കുഞ്ഞിന് മുട്ടായിയുടെ ടേസ്റ്റ്, ആ ഒരു ഷുഗർ അഡിക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളാണ്. പ്രത്യേകിച്ച് പറയുന്നതാണ് കുട്ടികൾക്ക് 2 വയസ്സ് വരെ ഷുഗർ ഐറ്റംസ് ആഡ് ചെയ്ത് ഫുഡ് കൊടുക്കരുത് എന്നുള്ളത്. അതുപോലെ സാൾട്ടും ഡയറക്ട്ലി ആഡ് ചെയ്ത് ഫുഡ് കൊടുക്കരുത് എന്നുള്ളത് നമ്മൾ പറയുന്നതാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, കുട്ടികൾ എന്തെല്ലാം രീതിയിലാണ് ഷുഗർ ഇൻടേക്ക് വരുന്നത്, അതുപോലെ സോൾട്ട് ഇൻടേക്ക് വരുന്നത്. ബേക്കറികളിലെ കളറിംഗ് ഐറ്റംസ് നമ്മുടെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നതിന് ഒരു പരിധിവരെ നമ്മളാണ് ഫാക്ടേഴ്സ്. നമ്മളാണ് അവരെ ഇമോഷണലി, സൈക്കോളജിക്കലി ഇതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ ഹെൽത്ത് ഡിറ്റോറിയേറ്റ് ആക്കുന്നതിന്റെ മെയിൻ ഫാക്ടർ നമ്മൾ ഈ കൊടുക്കുന്ന മുട്ടായി, അല്ലെങ്കിൽ കേക്ക്, അല്ലെങ്കിൽ ഈ പ്രിസർവേറ്റീവ്സ് ചേർന്ന ഫുഡുകളാണ്. ബേക്കറികളെല്ലാം കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വെച്ചേക്കുന്ന ഈ സാധനങ്ങളൊക്കെ അവരുടെ ഒരു ബിസിനസ് ടാർഗറ്റ് ആണ്. കുട്ടികളെല്ലാം അവരുടെ ഒരു ബിസിനസ് ടാർഗറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണവും രുചിയും എല്ലാം കുട്ടികളിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു പ്ലഷർ കൊടുക്കുകയും അതിൽ അഡിക്റ്റഡ് ആവുകയും ചെയ്യുന്നു കുട്ടികൾ. ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് നമ്മൾ കേക്കും മുട്ടായിയും കുഞ്ഞിന് ഓഫർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് മെമ്മറിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്വീറ്റ്സിന്റെ ഒരു പോസിറ്റീവ് മെമ്മറി. ഈ ഹൈ ഷുഗർ കണ്ടന്റ് ഒരു റിവാർഡിങ് ആയിട്ടാണ് നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കി വെക്കുന്നത്. ഒരു റിവാർഡായി നമുക്ക് മധുരം കിട്ടുന്നത്, അത് നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ വളരെ നമുക്ക് മധുരം കിട്ടുന്നത് അത് നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ വളരെ അധികം ആസ്വദിക്കുന്നു. കാരണം എന്താണെന്നറിയോ? ഡോപ്പമിന്റെ റിലീസ് ഉണ്ടാവും. അപ്പൊ അത് ഹാപ്പി ഹോർമോൺ അല്ലേ, കുഞ്ഞുങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും. ഇത് കുട്ടികളിൽ ഒരു ഹാബിറ്റ് ലൂപ്പ് ഉണ്ടാക്കുന്നു. അതായത് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്താൽ ഇന്ന റിവാർഡുകൾ, ചോക്ലേറ്റ്, കേക്ക്, ഐസ്ക്രീം, ഇവയെല്ലാം എനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് ആ റിവാർഡ് വാങ്ങിക്കുക, ഹൈ ആയിട്ട് ഡോപ്പമൈൻ റിലീസ് ചെയ്യുക, ഹാപ്പിനെസ് ഉണ്ടാകുക. വീണ്ടും ഡിപ്രസ്ഡ് ആവുമ്പോൾ വീണ്ടും റിവാർഡുകൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുക, റിവാർഡ് വാങ്ങുക, ഹൈലൈറ്റ് ചെയ്യുക. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ കുട്ടികളൊക്കെ വിശന്നിട്ടാണോ ആഹാരം കഴിക്കുന്നത്? വിശക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് വിശപ്പറിഞ്ഞ് നമ്മുടെ എത്ര കുട്ടികൾ ആഹാരം കഴിക്കുന്നുണ്ട്? നമ്മൾ TV കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ കാർട്ടൂൺ കാണിച്ചുകൊണ്ടും പാട്ട് കേൾപ്പിച്ചുകൊണ്ടും ഒക്കെയാണ് നമ്മുടെ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത്, അല്ലേ? നമുക്ക് എത്ര പേർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാനൊരു വർക്കിംഗ് വുമൺ എന്നുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എനിക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാത്തത്. ഓക്കെ, ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത മാതാപിതാക്കൾക്ക് ഒരു
ഹർട്ട് എപ്പോഴും മൈൻഡിൽ കാണും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം നമ്മുടെ മൈൻഡിൽ കാണും. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താ, അവർക്കൊരു കുറവും വരാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കും, അല്ലേ? രാവിലെ സ്കൂളിൽ വിട്ടിട്ട് വരുമ്പോൾ വൈകുന്നേരം കുഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഹർട്ട് ഉണ്ട്, നമ്മൾ ഇഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. നമ്മൾ ഉടനെ എന്ത് ചെയ്യും? അടുത്തുള്ള ബേക്കറിയിൽ പോവും, ഇല്ലേ? വയറ് നിറച്ച് കുഞ്ഞിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കും. നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ തെറ്റത്. നമ്മൾ ഈ കൊടുക്കുന്ന കുക്കീസോ പേസ്ട്രീസോ കേക്ക്സോ ഒക്കെ കുഞ്ഞുങ്ങൾക്കൊരു റിവാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അച്ഛന്റെയും അമ്മയുടെയും ഇമോഷണൽ ലവ് എവിടെ കുറയുന്നോ അത് ഈ ഒരു ഫില്ലേഴ്സ് വെച്ചിട്ട് ഗ്യാപ്പ് കവർ ചെയ്ത് വരുന്നു. ഓക്കെ, ഇമോഷണലി ദേ ആർ ദ ഫില്ലേഴ്സ് ഓഫ് ലവ് ഓർ അട്രാക്ഷൻ ഓർ കെയറിങ്. ഈ ഒരു ഇമോഷണൽ ഈറ്റിംഗ് ആണ് നമ്മുടെ ബേക്കറി എല്ലാം നല്ല ഫ്ലറിഷായി വരാനുള്ള കാരണം. അവരിത് നമ്മളെ നന്നായിട്ട് ചൂഷണം ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഇത് കളേർഡും ആയിട്ടും അതുപോലെ ഹൈലി അട്രാക്റ്റീവ് ആയിട്ടുള്ള കവറിങ്ങുകൾ കൊണ്ടും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കൊണ്ടും നമ്മളെ വീണ്ടും അതിനകത്തോട്ട് കുട്ടികളെയും അട്രാക്ട് ചെയ്യുന്നു. ഇതുപോലെ തന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങളും അതുപോലത്തെ ടോയ്സിന്റെ സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ടോഫി, ചോക്ലേറ്റ്സ്, അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് എത്രത്തോളം നമ്മുടെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങളാണെന്ന്. അങ്ങനെയെല്ലാം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണ രീതികൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ വിശപ്പറിഞ്ഞ് ആഹാരം കഴിക്കാതിരിക്കുകയും തൽഫലമായി ഇമോഷണൽ സ്ട്രെസ്സിന്റെയും അപ്പ് ആൻഡ് ഡൗൺസിന്റെയും ഒരു എഫക്റ്റ് ആയിട്ട് അവര് ആഹാരത്തെ ക്രേവ് ചെയ്യുന്നു. ഇമോഷണലി ഡ്രെയിൻഡ് ആവുമ്പോഴത്തേക്ക് കുട്ടികൾ ഭക്ഷണത്തിൽ അഭയം പ്രാപിക്കുന്നു. അതായത് നല്ല നല്ല ടേസ്റ്റി ഫുഡ് അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതിനാൽ വിശപ്പറിഞ്ഞ് കഴിക്കാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ അബ്നോർമാലിറ്റീസ് കൂടുന്നു. ഷുഗറിന്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു. നമുക്ക് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം? മാതാപിതാക്കൾക്ക് ഇതിൽ എന്താണ് സ്ഥാനം? ഇതിൽ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാം? മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഭക്ഷണ രീതി, അതായത് വിശക്കുന്ന സമയം മാത്രം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുക. ബോറടിക്കുന്നതിന് ചോക്ലേറ്റോ ബേക്കറി ഐറ്റംസോ കൊടുക്കുന്ന ശീലങ്ങൾ നിർത്തലാക്കുക. മെയിനായിട്ടും ബേക്കറി സാധനങ്ങളുടെ ഒരു വേർഷൻ, അതുപോലത്തെ തന്നെ ഒരു വേർഷൻ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. അത് കുഞ്ഞുങ്ങളെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുക. അതുപോലെ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കി വെച്ച് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു മാർക്കറ്റിംഗ് ട്രിക്സ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. എന്തിൻ്റെ തന്നെ പേരിനാണേലും ശരി, ഈ ചോക്ലേറ്റ്സും ഐസ്ക്രീംസും അല്ലെങ്കിൽ പാക്ഡ് ഫുഡ്സും ഒന്നും നമ്മൾ റിവാർഡ്സ് ആയിട്ട് കൊടുക്കാണ്ടിരിക്കുക. കുട്ടികളിലെ അമിതവണ്ണം എന്നുള്ളത് ഒരു സ്ട്രോങ് റിസ്ക് ഫാക്ടറാണ്. കാരണം ഡയബറ്റീസ് മെലിറ്റസ്, അത് അബ്ഡമിനൽ ഫാറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റീസ് മെലിറ്റസ്, അതുപോലെ ലിപ്പിഡ് പ്രോബ്ലംസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലായിട്ട് വരുന്നു. ഇത് കൊളസ്ട്രോളിന്റെ ലെവലിനെ റൈസ് ചെയ്യിക്കുകയും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തുള്ള ലെവൽസിലോട്ട് അത് പോവുകയും ചെയ്യുന്നുണ്ട്. സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് ഹാബിറ്റ്, അതായത് ഒരു സ്ഥലത്ത് മാത്രം ഇരുന്നുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറഞ്ഞുകൊണ്ട് സ്ക്രീൻ ലൈഫിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത ആ ഒരു രീതി, അതും കുഞ്ഞുങ്ങളെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. റെഗുലർ എക്സസൈസ് കൊണ്ടും ഹൈലി ഫൈബ്രസ് ആയിട്ടുള്ള ഫുഡ്, അതായത് നല്ല മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത നല്ല ഫൈബ്രസ് ആയിട്ടുള്ള ഫുഡ് കൊണ്ടും നമ്മുടെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മുടെ സ്നേഹത്തോടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു കാരണമാവട്ടെ.